ഇത്താൻ്റെ വീഡിയോൻ്റെ ലെങ്ത് എന്തിങ്ങനെ കുറഞ്ഞ് പോകുന്നത്, വീഡിയോൻ്റെ ലെങ്ത് കൂട്ടിക്കോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതാ വീഡിയോൻ്റെ ലെങ്ത് പരമാവധി കൂട്ടിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ കുറച്ചധികം കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. എന്നും പറയുന്നത് പോലെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കണ്ടു നോക്കി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൊടുക്കണേ. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് 3-4 ദിവസം മുമ്പ് എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്. ഇതിനെ കൂടെ ഇൻക്ലൂഡാക്കി അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഷോപ്പിൽ പോയാൽ നമ്മൾ ഒട്ടുമിക്ക സാധനങ്ങളും വാങ്ങിയിട്ട് ഇങ്ങ് വരും അല്ലേ. വാങ്ങാൻ ഭയങ്കര ആവേശമാണ്. വീട്ടിലെത്തിയാൽ ഇതെല്ലാം അതാത് സ്ഥാനത്ത് കൊണ്ടുവെക്കലല്ലേ തന്നെയാണ് ഒരു വലിയൊരു ടാസ്ക്. ഇത്തവണ സാധനം എടുക്കുമ്പോൾ ആട്ടപ്പൊടിൻ്റെ കാര്യത്തിൽ ഞാൻ മൊത്തത്തിൽ മാറ്റി പിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സെയിം 2 പാക്കറ്റ് എടുക്കുകയും ചെയ്യാറ്. ഇത്തവണ അങ്ങനെയല്ല, 4 വിധത്തിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. പൊടി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നാലല്ലേ പൊടി കുഴച്ച് പരത്തി ചുട്ട് ചപ്പാത്തിയായിട്ട് വന്നിട്ട് നമ്മൾ കഴിക്കൂല. അന്നേരം മനസ്സിലാവില്ല അതിൻ്റെ ഒരു ടേസ്റ്റ്. പൊടി നല്ലതാകുമ്പം ചപ്പാത്തി കഴിക്കാനും ടേസ്റ്റ് കിട്ടും. അപ്പോൾ പിന്നെ വീണ്ടും വീണ്ടും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നുമല്ല. അല്ലെങ്കിൽ ചപ്പാത്തിനോടുള്ള ഒരു ഇഷ്ടം പോവും. അതുകൊണ്ടാണ് ഞാൻ ഇത്തവണ മാറ്റി പിടിച്ചത്. അങ്ങനെ എടുക്കുമ്പം പിന്നെ പൊടി ഏതാണ് കുറച്ചും കൂടി നല്ലത് എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ അച്ചാർ പിന്നെ പൊതുവെ 2 എടുക്കാറുണ്ട്. അതും 2 തരത്തിലുള്ളത് എടുക്കാറ് കേട്ടോ. ഒന്ന് മാംഗോൻ്റെ, ഒന്ന് പിന്നെ മിക്സഡ് ആയിട്ട് വരുന്നതും. ഈ വെളിച്ചെണ്ണ ഓയിലെല്ലാം വാങ്ങിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വില കുറയുന്ന സമയത്ത് കൂടുതൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ചില സമയം ഓയിലിനൊക്കെ 160 ഉണ്ടാകും. ചില ദിവസങ്ങളിൽ 89 ഉണ്ടാകും. ഞാനിപ്പോൾ ഇന്ന് വാങ്ങിക്കാൻ പോകുമ്പോൾ പിന്നെ ഒരു പാക്കറ്റിന് 89 രൂപയെ വരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ വാങ്ങി വെച്ച് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മിച്ചം വരും. അതേപോലെ തന്നെ വെളിച്ചെണ്ണക്കും പിന്നെ ചിലപ്പം വില കൂടും. കുറയുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വാങ്ങി വെക്കാം. കാരണം എന്ന് വെച്ചാൽ ഇതൊന്നും അങ്ങനെ മോശമാകുന്ന സാധനങ്ങളല്ലല്ലോ. പിന്നെ കൂടുതൽ നമുക്ക് അങ്ങോട്ട് എത്തുമല്ല. അതുകൊണ്ട് ഇങ്ങനത്തത് കുറച്ച് കൂടുതൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതൊക്കെ ഒരു വീട്ടമ്മൻ്റെ മിടുക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് ശ്രദ്ധിച്ചാൽ നമുക്ക് എന്തെങ്കിലും മിച്ചാക്കാൻ പറ്റും. അതൊരു പോയിൻ്റാണ്. അത് നിങ്ങൾ നോട്ട് ചെയ്തോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വാങ്ങിയതൊക്കെ ഒരു മാസത്തേക്ക് ഉള്ളതാണ് എന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ ചിലവാക്കുന്നതിനനുസരിച്ചിട്ടാക്കും കേട്ടോ. ഞാനിപ്പോൾ ഒരു മാസത്തേക്ക് കണക്കാക്കിയതാണ് വാങ്ങിയിട്ടുള്ളത്. ചിലപ്പം പറയാൻ പറ്റില്ല. ചിലത് വേഗം കഴിഞ്ഞു പോകും. ചിലത് ഓയിലെല്ലാം പോലത്തതാണെങ്കിൽ കുറച്ച് ഒരു 1.5 മാസം 2 മാസം അങ്ങനെയെല്ലാം പിടിക്കും. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് വാങ്ങണം കേട്ടോ, കൂട്ടിയിടണം. പച്ചമുളകൊക്കെ ഞാനിങ്ങനെ ഒരു ബോക്സിൽ ഇങ്ങനെ അടച്ച് വെക്കാറേ ചെയ്യാറ്. ഇങ്ങനെ വെക്കുമ്പോൾ പച്ചമുളക് കേടുവരാതെ കലാകാലം നിൽക്കുന്നല്ല, കൂടിപ്പോയാൽ 1 മാസം വരെ ഉണ്ടാക്കും. മന്ത്ലി സാധനങ്ങൾ എടുക്കുന്നവരുണ്ടാകും, വീക്കിലി എടുക്കുന്നവരുണ്ടാകും. എങ്ങനെയായാലും ആ വില നോക്കിയിട്ട് പിന്നെ കുറച്ച് കൂടുതൽ വാങ്ങേണ്ടടുത്ത് കുറച്ച് കൂടുതൽ വാങ്ങാം, കുറക്കേണ്ടടുത്ത് കുറക്കുക. റേറ്റ് നോക്കി ചെയ്യുക. വെജിൻ്റെ കാര്യത്തിൽ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. അത് പിന്നെ പെട്ടെന്ന് കഴിയും കേട്ടോ. 2 ആഴ്ച അത്രയേ ഉള്ളൂ. തക്കാളി പിന്നെ ഉണ്ടാകും, മറ്റുള്ളതൊക്കെ വേഗം കഴിയും കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ മക്കളാണ് ഇതെല്ലാം കൊണ്ടുപോയി തട്ടിയത്. എങ്ങനെയല്ലോ കൊണ്ടുവച്ചിട്ട് തട്ടിയിട്ട് ഞാൻ ഇവരെ പറയുകയും ചെയ്യുന്നത്. ആ ഒരു ദിവസം ഫുൾ ബിസി ആയിരിക്കും കേട്ടോ. ഇതെല്ലാം ഒതുക്കി വെക്കൽ വലിയൊരു പണിയാപ്പാ. അധികം വരുന്ന എല്ലാ സാധനങ്ങളും ഞാൻ ആ ഒരു ബക്കറ്റിലാണ് ഇട്ട് വെക്കാറ്. അതായത് നേരിയൊക്കെ ഞാൻ 2 തരത്തിലുള്ളതെല്ലാം വാങ്ങിക്കും. അപ്പോൾ പിന്നെ ഒപ്പരം എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഇതിലിട്ട് വെക്കും. അതേപോലെ തന്നെ ഈ ന്യൂഡിൽസ്, മക്രോണി പിന്നെ അങ്ങനത്തെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് കഴിക്കാൻ പൂതി വരുമ്പോഴെല്ലാം അതെല്ലാം എടുക്കുക. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഞാൻ ഈ ഒരു ബക്കറ്റിൽ തന്നെയാണ് ഇട്ട് വെക്കാറ് കേട്ടോ. പിന്നെ ഈ ഒരു ബക്കറ്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരുപാട് ഫ്ലവേഴ്സ് പോട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊട്ടാണ്ടും ചതങ്ങാണ്ടും നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ബക്കറ്റിലാണ് ഇട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗം ഞാൻ വേറൊരു ദിവസം എടുത്തതാണ്. അതായത് ഇതെല്ലാം ക്ലീൻ ആക്കുമ്പോൾ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ.
രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക. അങ്ങനെ വലിയ ക്ലീനിങ് ഒന്നും ഉണ്ടാവില്ല. ഈ ഇലയിലെല്ലാം ചെറുതായിട്ട് പൊടിയും മാറാലൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ കൈയോടെ വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ, കാണാനൊരു ഫ്രഷ് ലുക്കായിരിക്കുമല്ലോ. പിന്നെ യൂട്യൂബ് ചാനൽ ഉള്ളവരിങ്ങനെയൊക്കെയാണ്, ഓരോ ഭാഗവും അപ്പം എടുത്ത് വെക്കണം. എന്നാലല്ലേ നമുക്ക് പിറ്റേ ദിവസം പിന്നെ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ഒരു വീഡിയോ ഉണ്ടാവും. അതുകൊണ്ട് ക്ലീനിങ് ആക്കുമ്പോൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് എടുത്ത് വെക്കലാന്ന്. അങ്ങനെ രാത്രിയൊക്കെ ഇതാ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ചപ്പാത്തിയും ഗ്രീൻ പീസിൻ്റെ കടലയാണ് റെഡിയാക്കുന്നത്. അപ്പം നേരത്തെ കാലത്ത് ഇത് കുതിർത്ത് വെക്കണം. ഒരു വീട്ടമ്മയാകുമ്പോൾ എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കാനുണ്ട് അല്ലേ? എല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലേ? വീട്ടിൻ്റെ മൊത്തം ഒരു കൺട്രോൾ ഉണ്ടായിരിക്കണം, മക്കളെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ തലതിരിഞ്ഞ ഭർത്താക്കന്മാരാണെങ്കിൽ അതിൽ കാര്യം കൂടി ശ്രദ്ധിക്കണം. അല്ലാ, ഇനി ഞാനിതിങ്ങനെ ഇവിടെ പറ്റേ എന്നോട് ഒരു നിന്റെ മാപ്പിളെ കൊണ്ട് എന്ന് പറയുന്നു എന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ടേ. ഞാൻ തല തിരിഞ്ഞാലും എൻ്റെ മാപ്പിള തല തിരിഞ്ഞൊന്നുമല്ല. അപ്പം മാഷാ അല്ലാ. അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ വൈകുന്നേരത്തെ ചായക്ക് ഉള്ളിവടയാണ് റെഡിയാക്കുന്നത്. ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളിവട ഉണ്ടാക്കാം കേട്ടാ. എന്തെങ്കിലും ഒന്ന് ചായ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് വേണ്ടേ, എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടേ. അല്ലാ, ഞാൻ തലതിരിഞ്ഞ് ഭർത്താക്കന്മാരെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരെ കൊണ്ടൊന്നല്ല പറയുന്നുണ്ട്. ചിലതുണ്ടാകും ശ്രദ്ധയില്ലാത്തതൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള ഭാര്യമാരെ ഉണ്ടാവും. ഇപ്പം നമ്മൾ വലിയ നല്ലതൊന്നും പറ്റില്ല, ഇടയ്ക്ക് തലതിരിഞ്ഞാലും തന്നെയാണ്. നമ്മളെ തമ്പുരാനെ, എത്ര തല തിരിഞ്ഞാലും എല്ലാ കാര്യത്തിലും നല്ല ശ്രദ്ധ വേണം. അവിടെയാണ് ഗുഡ് പോയിന്റ്. അതും കൂടി ഇല്ലെങ്കിൽ പിന്നെ മൊത്തത്തിലേക്ക് പോയത് തന്നെയാണ്. അതിപ്പോൾ രണ്ട് സൈഡും വരാം കേട്ടാ, ഒരാൾക്ക് മാത്രമൊന്നുമില്ല. പിന്നെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് വീട്ടമ്മമാർക്കുള്ള കാര്യങ്ങളാണ് ഒരുപാട് ടെൻഷനുകളല്ലേ, അതും ഉണ്ടാക്കും. അത് എന്തെങ്കിലും കാര്യത്തിൽ ഉണ്ടാക്കും. അതെങ്ങനെ തന്നെയാണ്. അങ്ങനെ ഇതിൻ്റെ കൂടെ പൊട്ടാറ്റോയും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വരുമാനത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോവേണ്ടത് കേട്ടാ. അല്ലാതെ അവിടെ അതുണ്ട് ഇപ്പുറം ഇതുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒരു കുറവോ അതൊന്നും വേണ്ട കേട്ടാ. നമുക്ക് അത് പ്രയോജനം ഉണ്ടാവുമോ, നമുക്കത് ഗുണം ചെയ്യുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു സാധനം വാങ്ങിക്കണ്ടു. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, അല്ലാതെ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊന്നും പറ്റും ഓരോന്നും വാങ്ങി കൂട്ടരുത്. അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. വെറുതെ പൈസ അനാവശ്യമാക്കരുത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും സേവ് ചെയ്യണമെന്ന് വെച്ചാൽ പൈസ എല്ലാം കിട്ടുമ്പം ഒരു ചെറിയൊരു തുക മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അടിച്ച് മാറ്റി വെക്കണം എന്നല്ല പറഞ്ഞത്, നല്ല രീതിയിൽ തന്നെ എവിടെയെങ്കിലും സേവ് ചെയ്യുക. എന്നാൽ പിന്നെ അത് നമുക്ക് പിന്നീട് തന്നെ ഗുണം ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക, എല്ലാം അനാവശ്യമാക്കാതിരിക്കുക, അത്രയെല്ലാം തന്നെ. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുക. പിന്നെ നല്ല ടേസ്റ്റോടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതെല്ലാം തന്നെയാണ് ഒരു ഹാപ്പിനെസ് അല്ലേ. അതിലെല്ലാം തന്നെ ഹാപ്പിനെസ് കണ്ടെത്തേണ്ടത്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു സുഖം എന്ന് പറയുന്നത് നല്ല ഫുഡെല്ലാം കഴിക്കുക എന്നതെല്ലാം തന്നെയാണ്. പിന്നെ വല്ലപ്പോഴും കൂടുമ്പോൾ മക്കളെല്ലാം കൂടിയിട്ട് ഒന്ന് പുറത്തെല്ലാം ഇറങ്ങിയിട്ട് അവിടെ നിന്നും കഴിക്കുക, പുറത്തുള്ള കാഴ്ചയെല്ലാം കാണിച്ചു കൊടുക്കുക. ഇതിൽ തന്നെയാണ് നമ്മൾ പിന്നെ ഒരു ഹാപ്പിനെസ് എല്ലാം കണ്ടെത്തേണ്ടതല്ലേ. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ചത്ത പോലെ കിടന്നിട്ട് ചത്ത പോലെ ഇരുന്നിട്ടില്ല എന്നാ വേണ്ടത്. ലൈഫ് പിന്നെ ഇങ്ങനെയെല്ലാം തന്നെ അടിപൊളിയാക്കുക. പിന്നെ അനാവശ്യമാക്കാതിരിക്കുക, അടിപൊളിയാക്കി അനാവശ്യമാക്കാതിരിക്കുക. അത്രയെല്ലാം തന്നെയാണ് ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രയൊക്കെ കൊടുക്കുന്നുള്ളൂ. ഒരുപാട് അങ്ങ് കൂട്ടിപ്പോയാൽ നിങ്ങളൊക്കെ പകുതിക്കിട്ട് പോയിക്കോളും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.